നമസ്കാരം. മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. അപ്പൊ നമ്മളിപ്പം കുഞ്ഞുങ്ങളുടെ ഓരോ വർഷത്തെയും വളർച്ചകളെ കുറിച്ചാണ്, ഓരോ വയസ്സിലെയും വളർച്ചകളിലും മാറ്റങ്ങളെയും കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ സംസാരിക്കാൻ 17 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളിലുള്ള വളർച്ചയും അവരുടെ ചിന്താഗതിയും അപ്പോഴൊരു കൗമാരത്തിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ അപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും 17ാമത്തെ വയസ്സില്? 17 വയസ്സില് കൗമാരത്തേക്ക് കയറി കഴിയല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു. കൗമാരം തീരാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് 17 എന്ന് പറയുമ്പോഴത്തേക്ക്. അതിന്റെ കൗമാരത്തിന്റെ വലിയ ബഹളങ്ങളൊക്കെ തീരുന്ന സമയമാണ് ഈ 17 വയസ്സ്. 17 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വളർച്ച പൂർണ്ണമാകുകയാണ്. വളർച്ച പൂർണ്ണമാകുന്ന വെച്ചാൽ നീളം പിന്നെ അല്പവും കൂടി വെക്കില്ല. പുരുഷൻ ആയാലും സ്ത്രീ ആയാലും വളർച്ച അവിടെ അവസാനിക്കുകയാണ്. പിന്നെ കനം കൂടാം, ഭാരം കൂടാം, പക്ഷെ ഒരിക്കലും ഉയരം വർദ്ധിക്കത്തില്ല. സാധാരണഗതിയിൽ അത് ആർക്കും അറിയില്ല. ഉയരം വർദ്ധിക്കുമെന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെ ഉയരം വർദ്ധിക്കില്ല. അപ്പോൾ 18 വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട്, എങ്കിൽ 18 വയസ്സ് വരെ വരില്ല. 17 വയസ്സ് അതിൻ്റെ പൂർണ്ണത എത്തുകയാണ്. പിന്നെ ഒരു വലിയൊരു കാര്യം, പേശി വികസനം, ശരീരത്തിൻ്റെ പേശി. ഈ സമയത്താണ് കുട്ടികളൊക്കെ എപ്പോഴും ജിമ്മിൽ പോകണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാ കുട്ടികളും ജിമ്മിൽ പോകണമെന്നൊക്കെ ആഗ്രഹം. എൻ്റെ മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ച് ഇത് വേണം. ശാന്ത പ്രകൃതിയുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. എപ്പോഴും എല്ലാ പിള്ളേർക്കും ഈ സമയത്തൊക്കെ ഒരു സ്മാർട്ട് ഫോൺ വേണം. സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ അവൻ എന്തോ ഒരു വിഷമം പോലെയാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് ഫോൺ മതിയായിരുന്നു, ഇപ്പോൾ സ്മാർട്ട് ഫോൺ വേണം. പിന്നെ ഈ സമയത്ത് വലിയൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ വാഴും. കാരണം രാവിലെ വിളിച്ചാണ് ഉണരത്തില്ല, ഏകദേശം 8 മണി 9 മണി ആകാതെ ഉണരില്ല. അതിൻ്റെ ശാസ്ത്രീയ വശമുണ്ട്. അത് കൗമാരക്കാരിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. അതേക്കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ വേറെ പറയേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. എന്തായാലും കൗമാരക്കാരിൽ ഈ താമസിച്ച് ഉറങ്ങുക, താമസിച്ചുണരുക, അതിലേറ്റവും കൂടുതൽ സമയം ഇതെവിടെയാണ് ചിലവഴിക്കുന്നത്. പക്ഷേ ഈ സമയമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയം. പഠനത്തിലെ സ്കൂൾ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. ഈ സ്കൂൾ കാലഘട്ടത്തിലെ അവസാനമാണ് ഭാവിയിലേക്കുള്ള എന്ത് കോഴ്സിലേക്കാണ് ഞാൻ പോകേണ്ടിയിരിക്കുന്നത് എന്ന് നിശ്ചയിക്കുന്ന സമയം. അതുകൊണ്ട് അതിപ്രധാനമായ സമയമാണ് ഈ 17 വയസ്സ്. 17 വയസ്സിലെ മാർക്കുകളാണ് ഞാൻ ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഏതനുസരിച്ച് എൻ്റെ ഭാവി കരുപ്പിടിപ്പിക്കണം, ഏത് തൊഴിലിലേക്ക് ഞാൻ നീങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ 17 വയസ്സിലെ പെർഫോമൻസാണ്. അതുകൊണ്ട് ഏത് കുട്ടിയും ഈ തൻ്റെ 17 വയസ്സ് വളരെ പ്രധാനമാണെന്നും ആ സമയത്തെ പൂർണ്ണമായി നമ്മൾ ഒരു ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കാനും കഴിയണം. അതിനുള്ള ഒരു സൗകര്യങ്ങളും അതിനുള്ള ചിട്ടകളും അതിനുള്ള വേണ്ടിയിരിക്കുന്നതെല്ലാം രക്ഷകർത്താക്കൾ കൊടുക്കുകയും വേണം. അപ്പൊ എല്ലാ മാതാപിതാക്കളും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ മക്കളെ. അപ്പോൾ നന്ദി സാർ.